ഉത്തരേന്ത്യയിൽ പലയിടത്തും നടത്തുന്ന വർഗീയ സംഘർഷങ്ങളുടെയും വംശഹത്യയുടെയും അവസ്ഥ കേരളത്തിലും രൂപപ്പെടുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിച്ച 10 വർഷക്കാലം ഒരു വർഗീയ സംഘർഷവും ഇല്ലാതെ മുന്നോട്ടേക്ക് പോയി എന്നുള്ളത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ റെക്കോർഡായിട്ടുള്ള ഒരു കാര്യമാണ്. അതിനുള്ള കാരണം മതനിരപേക്ഷ ഉള്ളടക്കത്തിലൂന്നി കേരളീയ സമൂഹവും ഗവൺമെന്റും പ്രവർത്തിച്ചു എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഗവൺമെന്റിനെ തകർക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനമാണ് ഈ പ്രചാരവേലകൾ ഉൾപ്പെടെ അധികാര താൽപര്യത്തിനു വേണ്ടി നടത്തുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഇപ്പോൾ മതനിരപേക്ഷതയുടെ ആശയങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ശക്തമായ പ്രചാരവേല കേരളത്തിൽ ഉടനീളം വീടുകളിലും എല്ലാ വീടുകളിലും എത്തത്തക്ക രീതിയിലും ഇത് ശക്തിപ്പെടുത്തി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആശയതലം മലീമസമാവുന്ന ഈ വർഗീയ ധ്രുവീകരണ പ്രക്രിയയിൽ നിന്ന് കേരളത്തെ രക്ഷിക്കാനാവണം എന്ന് തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. അപ്പോൾ ഇതിന്റെ ഭാഗമായിട്ട് കേരളത്തിൽ നടക്കുന്ന ചില പ്രവണതകൾ, അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് പാലക്കാട് വാളയാറിൽ ഛത്തീസ്ഗഡ് സ്വദേശിയെ ബംഗ്ലാദേശി എന്ന് പറഞ്ഞ് RSSകാർ തല്ലിക്കൊന്നു. പ്രതികൾ RSSകാരാണെന്ന് പറയാൻ VD സതീശൻ എന്ന പ്രതിപക്ഷ നേതാവ് ക്ഷമിക്കുന്നില്ല, കൂട്ടാക്കുന്നില്ല. ആര് കൊന്നു എന്നല്ല, പ്രതികളെ പിടിച്ചോ എന്നാണ് ചോദിക്കേണ്ടത് എന്നാണ് VD സതീശൻ പറയുന്നത്. ഊന്നൽ വളരെ വ്യക്തമാണ്. RSSകാരൻ തല്ലിക്കൊന്നതിന് ശേഷം അത് RS ആണ് കൊന്നത് എന്ന് പറയാൻ പോലും മടിക്കുന്ന ഒരവസ്ഥ അത് നമുക്കിവിടെ കാണാൻ കഴിയുന്നതാണ്, ഇപ്പോഴും തന്നെ കാണുന്നതാണ്. അതുപോലെ തന്നെ ഇവിടെ MLA ഓഫീസിന്റെ തർക്കം തിരുവനന്തപുരത്ത്. ആ തർക്കം വന്നപ്പോ നിയമസഭാ അംഗത്തിന്റെ ഓഫീസ് അത് മാറ്റിക്കൊടുക്കണം എന്ന് ആവശ്യമുയർന്നു വന്ന പശ്ചാത്തലത്തിൽ ഇവിടെ മുരളീധരൻ ഉൾപ്പെടെയുള്ള ആളുകൾ BJPക്ക് അനുകൂലമായ വാദമാണ് ഉന്നയിക്കുന്നത്. എന്ന് പറഞ്ഞാൽ മെല്ലെ തുടങ്ങിയിരിക്കുകയാണ് തിരുവനന്തപുരത്ത് ഉൾപ്പെടെ. മാത്രമല്ല, കോൺഗ്രസ് ജയിച്ച് വന്നതിന് ശേഷവും തൃശൂർ മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ മേയർ സ്ഥാനം വിൽപ്പന നടത്തി എന്ന വലിയ വാർത്ത വന്നതല്ല, വിൽക്കുന്നത് കണ്ട കോൺഗ്രസിന്റെ തന്നെ മറ്റൊരു നേതാവ് പരസ്യമായി മേയർ സ്ഥാനം വിറ്റു. ലാരി ജെയിംസ് പരസ്യമായി പറഞ്ഞ കാര്യമാണ്. അതിന് മറുപടി നൽകാൻ സാധിക്കാതിരിക്കുമ്പോൾ ഈ ലാരി ജെയിംസിനെ പുറത്താക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത്. DCC പ്രസിഡന്റ് ഒരു ദിവസം എന്നെ ഒറ്റയ്ക്ക് വിളിച്ച് ഈ സിസ്റ്റം മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പണം ആവശ്യമാണ് എന്ന് പറഞ്ഞുവെന്നും അപ്പോഴാണ് അവർ പറയുന്നത്, ലാലി ജെയിംസ് പറയുന്നത്, എനിക്ക് പണമൊന്നും കൊടുക്കാനില്ല. പണപ്പെട്ടിയുമായി പിന്നീട് നിജി ജസ്റ്റിൻ നേതാക്കളെ കണ്ടു എന്നും അവർ തന്നെ പറയുകയുണ്ടായി.
ഇതിന് തന്നെ വേറൊരു പതിപ്പാണ് കൊച്ചി മേയർ സ്ഥാനത്തേക്കും നോമിനിയായിട്ട് നിശ്ചയിക്കപ്പെട്ട ഗ്രൂപ്പ് തർക്കത്തെ തുടർന്ന് അവരുടെ പ്രധാനപ്പെട്ട നേതാവിനെ തന്നെ ഒഴിവാക്കി. അതിന്റെ സംഘർഷം ഇപ്പോഴും അവിടെ കൊച്ചിയിലും അവസാനിച്ചിട്ടില്ല. എന്ന് പറഞ്ഞാൽ കോൺഗ്രസിന് അധികാരം കിട്ടിയാൽ അവരെന്തിനു വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കാൻ പോകുന്നത് എന്നതിന് കൃത്യമായ സൂചനയാണ് തൃശൂർ കോർപ്പറേഷൻ മേയറുമായിട്ട് ബന്ധപ്പെട്ട് തീരുമാനമെടുത്തതിന്റെ പിന്നിലുള്ള പണ ഇടപാടിനെ സംബന്ധിച്ച് അവരെ തന്നെ ഇപ്പോഴും പരസ്യമായിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിൽ ജാഗ്രതയായ ഭാവി പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്താൻ പാർട്ടി തീരുമാനിച്ചു. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, പാർട്ടി സംസ്ഥാന കമ്മിറ്റി കണ്ടെത്തിയിട്ടുള്ള ഈ കാര്യങ്ങളെല്ലാം വെച്ചുകൊണ്ട് പാർട്ടിയിലുടനീളം പാർട്ടി റിപ്പോർട്ടിംഗ് നടന്നു കഴിഞ്ഞാൽ അത് ജനുവരി 15 ആകുമ്പോഴേക്ക് ആ റിപ്പോർട്ടിംഗ് പൂർത്തിയാവുമെന്നാണ് ഞങ്ങളിപ്പോൾ കണക്കാക്കുന്നത്. 5.5 ലക്ഷം വരുന്ന പാർട്ടി മെമ്പർമാർക്കും ഈ റിപ്പോർട്ട് നൽകേണ്ടതായിട്ടുണ്ട്.